ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് S1 BSc സുവോളജി മൊഡ്യൂൾ 1 അനിമൽ ഡൈവേഴ്സിറ്റി ചാപ്റ്റർ 3 കിങ്ഡം അനിമേലിയ പാർട്ട് 2 സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് കിങ്ഡം അനിമേലിയ. ഏതൊക്കെയെന്ന് നോക്കാം. ദേ ആർ മൾട്ടി സെല്ലുലാർ ഓർ മെറ്റാസോവൻ ഓർഗാനിസംസ്. സെക്കൻഡ് വൺ, their body exhibit definite symmetry, form and shape. They have the ability to move from place to place in search of necessities. In animal cell, the cell wall, plastids and vacuoles are generally absent and centrioles and lysosomes are present. Their body shows cellular or tissue or organ level of organization. Growth occurs proportionately in all parts of the body. They are generally heterotrophic. They usually possess digestive tract. They have the property of irritability. Their reproduction is mostly sexual. They are mostly diploid. They go through a period of embryonic development. ആദ്യത്തെ സാലിയന്റ് ഫീച്ചർ എന്ന് പറയുന്നത് ദേ ആർ മൾട്ടി സെല്ലുലാർ ഓർ മെറ്റാസോവൻ ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നിലധികം സെൽ കൊണ്ട് നിർമ്മിച്ചതായിരിക്കും അവരുടെ ബോഡി. ദാറ്റ് ഈസ് മൾട്ടി സെല്ലുലാർ. ഓക്കെ, അടുത്ത സാലിയന്റ് ഫീച്ചർ ദേ ഹാവ് ഡെഫിനിറ്റ് സിമ്മട്രി, ഫോം ആൻഡ് ഷേപ്പ്. മെയിൻലി 3 സിമ്മട്രിയാണ് അവർ കാണിക്കുന്നത്. ബയലാറ്ററൽ സിമ്മട്രി, റേഡിയൽ സിമ്മട്രി ആൻഡ് സ്ഫെരിക്കൽ സിമ്മട്രി. ബയലാറ്ററൽ സിമ്മട്രിയുടെ എക്സാമ്പിൾ ആർത്രോപോഡ്സിലുള്ള ഓർഗാനിസംസ് ആണ്, ലൈക്ക് കോക്രോച്ച്, ഫ്രൂട്ട് ഫ്ലൈ ഒക്കെ. ഇനി റേഡിയൽ സിമ്മട്രിയുടെ എക്സാമ്പിൾ സ്റ്റാർ ഫിഷ്. സ്ഫെരിക്കൽ സിമ്മട്രിയുടെ എക്സാമ്പിൾ കോക്കസ് ബാക്ടീരിയ ഓർഗാനിസംസ് ആണ്. അതിനൊരു എക്സാമ്പിളാണ് സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ. നെക്സ്റ്റ് ഫീച്ചർ, അനിമൽസിന് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അതിനെയാണ് ലോക്കോമോഷൻ എന്ന് പറയുന്നത്. സോ ദേ ആർ capable ഓഫ് മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഓർ ദേ ആർ capable ഓഫ് ലോക്കോമോഷൻ. അടുത്ത സാലിയന്റ് ഫീച്ചർ ആ അനിമൽ സെൽസിൻ്റെയും പ്ലാന്റ് സെൽസിൻ്റെയും ഡിഫറൻസ് ആണ് കാണിക്കുന്നത്. ദാറ്റ് ഈസ് അനിമൽ സെൽസിൽ സെൽവാളോ പ്ലാസ്റ്റിഡ്സോ വാക്യൂൾസോ ഇല്ല, പക്ഷേ പ്ലാന്റ് സെൽസിൽ ഇവയെല്ലാം ഉണ്ട്. ഇനി അനിമൽ സെൽസിൽ സെൻട്രിയോൾസും ലൈസോസോംസും പ്രസൻ്റ് ആണ്. സോ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാന്റ് സെൽസ് അനിമൽ സെൽസ് ചോദിച്ചാലും ഇങ്ങനെ തന്നെ പറയാം. എന്താണ്? അനിമൽ സെൽസിലെ സെൽവാളും പ്ലാസ്റ്റിഡ്സും വാക്യൂൾസും ആബ്സെൻ്റ് ആണ്. ഇതെല്ലാം പ്ലാന്റ് സെൽസിൽ പ്രസൻ്റ് ആണ്. ബട്ട് അനിമൽ സെൽസിൽ മാത്രമായിട്ട് കണ്ടുവരുന്നതാണ് 1 സെൻട്രിയോൾസും 2 ലൈസോസോംസും. നെക്സ്റ്റ് സാലിയന്റ് ഫീച്ചർ, അവർ 3 ടൈപ്പ് ഓർഗനൈസേഷൻസ് ആണ് കാണപ്പെടുന്നത്. ഫസ്റ്റ് വൺ ഈസ് സെല്ലുലാർ, സെക്കൻഡ് വൺ ടിഷ്യൂ ആൻഡ് തേർഡ് വൺ ഓർഗൻ. സെല്ലുലാർ കാണിക്കുന്നത് സ്പോഞ്ചസിലാണ്. ടിഷ്യൂസ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നത് ഡിപ്ലോപ്ലാസ്റ്റിക് ആയിട്ടുള്ള അനിമൽസിനാണ്. ഡിപ്ലോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ 2 ജെം ലെയേഴ്സ് മാത്രമുള്ളവരാണ് ഡിപ്ലോപ്ലാസ്റ്റിക് അനിമൽസ്. ലൈക്ക് അവരുടെ ഔട്ടർ എക്ടോഡേമും ഇന്നർ എൻഡോഡേമും മാത്രമേ ഉള്ളൂ. മിഡിലായിട്ട് മീസോഡേം ഇല്ല. അതിന് പകരമായിട്ട് അവർക്കിടയിൽ ഒരു ജെല്ലി ലൈക്ക് ഒരു ലെയറാണ് കാണിക്കുന്നത്. അതിനെയാണ് ഡിപ്ലോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇനി ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നത് ട്രിപ്ലോപ്ലാസ്റ്റിക് അനിമൽസിലാണ്. ട്രിപ്ലോപ്ലാസ്റ്റിക് അനിമൽസ് എന്ന് പറഞ്ഞാൽ അവർക്ക് 3 ജെം ലെയേഴ്സ് തന്നെ കാണും. ഇനി ഔട്ടർ എക്ടോഡേം ഉണ്ട്, ഇന്നർ എൻഡോഡേം ഉണ്ട്, മിഡിലായിട്ട് മീസോഡേമും ഉണ്ട്. അതിനെയാണ് ഡിപ്ലോപ്ലാസ്റ്റിക് എന്നും ട്രിപ്ലോപ്ലാസ്റ്റിക് എന്നും പറയുന്നത്. നെക്സ്റ്റ് സാലിയന്റ് ഫീച്ചർ ഈസ് അനിമൽസിലെ ബോഡി പാർട്സിലെ എല്ലായിടത്തും ഒരു പ്രൊപ്പോർഷണലായിട്ട് ഗ്രോത്ത് സംഭവിക്കും. ഇത് അനിമൽസിൻ്റെ ഒരു പ്രത്യേക ഫീച്ചറാണ്. സോ നെക്സ്റ്റ് സാലിയന്റ് ഫീച്ചർ ഈസ് ജനറലി ദേ ആർ ഹെട്രോട്രോഫിക്. എന്താണ് ഹെട്രോട്രോഫിക്? ദേ ഡിപ്പെൻഡ്സ് ഓൺ അതർ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഫോർ ദർ ഫുഡ്. അവരുടെ ആഹാരത്തിന് വേണ്ടി മറ്റ് പ്ലാന്റ്സിനെയും അനിമൽസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതിനെയാണ് ഹെട്രോട്രോഫിക് എന്ന് പറയുന്നത്. ഇനി അനിമേലിലുള്ള എല്ലാ ഓർഗാനിസത്തിനും ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഡൈജസ്റ്റീവ് ട്രാക്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കോക്രോച്ചിൻ്റെ കേസ് എടുത്താലും അവർക്ക് ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, അത് നമ്മൾ പഠിക്കും. അതുപോലെ ഹ്യൂമൻസിനെ എടുത്താലും അവർക്ക് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഡൈജസ്റ്റീവ് ട്രാക്റ്റും ഡൈജസ്റ്റീവ് സിസ്റ്റവും അനിമൽസിൻ്റെ കേസിലുണ്ട്. അടുത്ത അവരുടെ ഫീച്ചറാണ് ദേ ഹാവ് ദ പ്രോപ്പർട്ടി ഓഫ് ഇറിറ്റബിലിറ്റി. ഇറിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ടു റെസ്പോണ്ട് ടു എ സ്റ്റിമുലസ്. സ്റ്റിമുലൻസിനെ നമ്മൾക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ് ഇറിറ്റബിലിറ്റി. ഇപ്പോൾ നമ്മളൊരു ചൂടായിട്ടുള്ളൊരു പാനിനെ തൊട്ടാൽ നമ്മൾ പെട്ടെന്ന് കൈ വലിച്ചെടുക്കും, അതൊരു സ്റ്റിമുലസിനെ റെസ്പോണ്ട് ചെയ്തതാണ്. അതുപോലെ ഇപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫുഡ് കണ്ടാൽ നമുക്ക് താനേ നമ്മുടെ നാവിൽ നിന്ന് എന്ത് ചെയ്യും? വെള്ളമൂറും. അപ്പോൾ അതും ഒരു സ്റ്റിമുലസിനെതിരെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഇറിറ്റബിലിറ്റി പ്രോപ്പർട്ടി. ഈ ഇറിറ്റബിലിറ്റി പ്രോപ്പർട്ടി അനിമൽസിന് മാത്രമുള്ള ഒരു സാലിയൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്.
അടുത്തത് അനിമൽസിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. ദാറ്റ് ഈസ് ദെയർ റീപ്രൊഡക്ഷൻ ഈസ് മോസ്റ്റ്ലി സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഒരുവിധമുള്ള എല്ലാ അനിമൽസിനും ഉള്ളത്. ഇപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്സസ് തമ്മിൽ കൂടിച്ചേരുമ്പോൾ അവരുടെ ജനറ്റിക് ഇൻഫോർമേഷൻസ് എല്ലാം എടുത്ത് കമ്പൈൻ ചെയ്ത് ഒരു ന്യൂ ഓർഗാനിസത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അവിടെ എഗ്ഗ് അല്ലെങ്കിൽ ഫീമെയിൽ ഗ്യാമേറ്റും സ്പേം അല്ലെങ്കിൽ മെയിൽ ഗ്യാമേറ്റും കൂടെ ഫ്യൂഷൻ ചെയ്ത് ഫെർട്ടിലൈസേഷൻ ഉണ്ടായി സൈഗോട്ട് ഉണ്ടാവുന്നു. ഈ സൈഗോട്ട് വീണ്ടും ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ഉണ്ടാവുന്നു. അങ്ങനെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു റീപ്രൊഡക്ഷനാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇത് കിങ്ഡം അനിമേലിയയിലുള്ള എല്ലാ അനിമൽസിൻ്റെയും ഒരു പ്രത്യേകതരം ഫീച്ചറാണ്. Next one is they are mostly diploid. Diploid is a cell or organism that has paired chromosomes one from each parent. രണ്ട് പാരൻറ്റിൽ നിന്നും ഇപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ അതിൽ മെയിൽ പാരൻറ്റും ഉണ്ട് ഫീമെയിൽ പാരൻറ്റും ഉണ്ട്. ഈ രണ്ട് പാരൻറ്റിൻ്റെയും ക്രോമസോംസിനെ എടുത്ത് അത് പെയർഡായിട്ട് ഉണ്ടാവുന്നതാണ് ഡിപ്ലോയിഡ് സെൽ ഓർ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. സോ ദേ ഹാവ് പെയർഡ് ക്രോമസോം ഈച്ച് ദേ ഗെറ്റ് ഫ്രം ദ പാരൻറ്റ്. And in humans, cell other than human sex cells are diploid and have 23 pair of chromosomes. നമുക്കറിയാം നമുക്ക് 23 പെയർ ഓഫ് ക്രോമസോംസ് ആണ് ഉള്ളത്. 23 പെയർ എന്ന് പറയുമ്പോൾ 23 എണ്ണം ഫസ്റ്റ് നമ്മുടെ മദറിൽ നിന്നും രണ്ടാമത്തെ 23 എവിടെ നിന്നും കിട്ടും? ഫാദറിൽ നിന്നും കിട്ടും. ദാറ്റ് ഈസ് ദ 23 പെയർസ് ഓർ 46 ക്രോമസോംസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ രണ്ട് പാരൻറ്റിൽ നിന്നും ഷെയർ ചെയ്ത് ക്രോമസോംസിനെ എടുത്ത് ഓർഗാനിസത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഡിപ്ലോയിഡ് എന്ന് പറയുന്നത്. ഇനി സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോം ആണ് ഏത്? ഹ്യൂമൻ സെക്സ് സെൽസ് എന്ന് പറയുന്നത്. അവർ ഹാപ്ലോയിഡ് ആയിരിക്കും. അപ്പം ഹാപ്ലോയിഡ് ആയിട്ടുള്ള എഗ്ഗ് സെല്ലും സ്പേം സെൽസും കൂടെ കൂടിച്ചേർന്ന് എന്തുണ്ടാവുന്നു? ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെൽ ഉണ്ടാവുന്നു. ഇത് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. ഇത് കിങ്ഡം അനിമേലിയയുടെ ഒരു സാലന്റ് ഫീച്ചറാണ്. അവസാനത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ദേ ഗോ ത്രൂ എ പീരിയഡ് ഓഫ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. നമുക്കറിയാം മെയിൽ ഫീമെയിൽ ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാവുന്നു. സൈഗോട്ടിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടാണ് എംബ്രിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. ലൈക്ക് ഫസ്റ്റ് ഫെർട്ടിലൈസ്ഡ് എഗ് ഉണ്ടാവുന്നു, പിന്നെ അത് 2 സെൽഡ് സ്റ്റേജ് ആവുന്നു. ഈ 2 സെൽഡ് സ്റ്റേജിൽ വീണ്ടും ഡിവിഷൻ സംഭവിച്ചിട്ട് 4 സെൽഡ് ആവുന്നു. അങ്ങനെ ഒരുപാട് സ്റ്റേജസിൽ കൂടെ പാസ് ചെയ്ത് പോയിട്ടാണ് നമുക്ക് ലാസ്റ്റ് ഒരു വീക്കിൽ എന്തുണ്ടാവുന്നത്? ഒരു ബേബിയുടെ കംപ്ലീറ്റ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നതും പാർച്ചുറേഷനിലൂടെ ബേബിയെ ഡെലിവർ ചെയ്യുന്നതും. ഓക്കെ, ഇതിനെയാണ് പീരിയഡ് ഓഫ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഡിഫറെൻറ്റ് സാലിൻ ഫീച്ചേഴ്സ് ഓഫ് അനിമേലിയ നോക്കി. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അവരൊരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസമാണ്. സെക്കൻഡ് വൺ എന്താ? അവർക്ക് ഡെഫിനിറ്റ് ഒരു സിമ്മട്രി ഉണ്ട്, ഫോം ഉണ്ട്, ഷേപ്പ് ഉണ്ട്. അപ്പം ഡിഫിനിറ്റ് സിമ്മട്രീസ് ഏതൊക്കെയാണ്? ഒന്ന് ബൈലാറ്റർ, പിന്നെന്താ റേഡിയൽ, ദെൻ സ്ഫെരിക്കൽ. മൂന്നാമത്തെ എന്ന് പറയുന്നത് അവർക്ക് ലോക്കോമോഷന് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഉള്ളത് അനിമൽ സെൽസിലെ സെൽവോളും പ്ലാസ്റ്റിക്സും വാക്യൂൾസും എല്ലാം ആബ്സെൻ്റ് ആണ്. പക്ഷെ അവരിൽ മാത്രം കണ്ടുവരുന്നതാണ് ഏത്? സെൻട്രിയോൾസ്, ലൈസോസോംസ്, ഓർഗനൽസ്. സോ അടുത്തെന്ന് പറയുന്നത് സെല്ലുലാർ ടിഷ്യൂ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനിലൂടെ അവർക്ക് ബോഡി ഷോ ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് അവരുടെ ബോഡിയിലുള്ള ഗ്രോത്ത് പ്രിപ്പോർഷണൽ ആയിട്ടാണ് ഉള്ളത്. പിന്നെ ദേ ആർ ഹെറ്ററോട്രോഫിക്. ഹെറ്ററോട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റ് പ്ലാന്റ്സിനെയും അനിമൽസിനെയും ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നു. പിന്നെ ഉള്ളത് അവർക്ക് ഡൈജസ്റ്റീവ് ട്രാക്റ്റ് ഉണ്ട്. ഇപ്പം ഇൻസെക്ട്സിനായാലും ഇപ്പോൾ ലൈക്ക് ആർത്രോപോഡ്സിനായാലും എന്താ കോക്രോച്ചിനെയാണ് നമ്മൾ പറഞ്ഞതല്ലേ. ഇപ്പോൾ കോക്രോച്ചിനായാലും ഹ്യൂമൻസിനായാലും എന്തുണ്ട്? ഡൈജസ്റ്റീവ് ട്രാക്റ്റ് ഉണ്ട്. ഒരു കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് ട്രാക്റ്റ് അല്ലെങ്കിൽ ഡൈജസ്റ്റ് സിസ്റ്റം ഉണ്ട്. ഇനി അവർക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതാണ് ഇറിറ്റബിലിറ്റി. ഇറിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ അവർ സ്റ്റിമുലസിനെ റെസ്പോണ്ട് ചെയ്യുന്നു. അതാണ് ഇറിറ്റബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ മെയിൻലി അവർക്കുള്ള റീപ്രൊഡക്ഷൻ എന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. പിന്നെ ഉള്ളത് ഡിപ്ലോയിഡ് സെല്ലായിരിക്കും. ഡിപ്ലോയിഡ് സെൽ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസംസ് പാരൻ്റ് സെൽസ് ഇപ്പം മെയിലും ഫീമെയിലും പാരൻറ്റിൽ നിന്നും ഷെയർ ചെയ്തായിരിക്കും അവർ ജനറ്റിക് മെറ്റീരിയൽ ഉള്ളത്. അതിനെയാണ് ഡിപ്ലോയിഡ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് നമ്മൾ പറഞ്ഞതാണ് ഒരു എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് പീരിയഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? സൈഗോട്ട് എംബ്രിയോ ആയതിനു ശേഷം ഈ എംബ്രിയോ പിന്നെ ലാസ്റ്റ് ഒരു ചൈൽഡ് ഉണ്ടാവണമെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെ പാസ് ചെയ്ത് പോയിട്ടായിരിക്കും. ഡിഫറെൻറ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ട്, ഡിവിഷൻ നടക്കുന്നുണ്ട്. അതിനെയാണ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കിങ്ഡം അനിമേലിയയുടെ സാലൈൻ ഫീച്ചർ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് പോർഷൻ ആൻഡ് താങ്ക് യു സോ മച്ച്.